നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹെർമിറ്റ് കിങ്ഡത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന കൊറിയൻ പട്ടാളം രാഷ്ട്രത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് യുക്രൈനെതിരെ റഷ്യയ്ക്ക് വേണ്ടി പോരാടുകയാണ്. യുദ്ധത്തിൽ റഷ്യയ്ക്ക് സൈനിക സഹായം എന്നതിനപ്പുറം ഇരു രാഷ്ട്രങ്ങൾക്കും പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഉൾപ്പെടെ മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ ബന്ധം സഹായിക്കും എന്നാണ് കരുതുന്നത്. ഉത്തര കൊറിയൻ സൈനിക ശക്തിയായ കൊറിയൻ പീപ്പിൾസ് ആർമി റഷ്യയിലേക്ക് കുറഞ്ഞത് 1,00,000 സൈനികരെയെങ്കിലും അയച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡിസംബറിൽ യുദ്ധത്തിൽ പ്രവേശിച്ചതിനു ശേഷം നിരവധി ഉത്തര കൊറിയൻ സൈനികർ മരണപ്പെട്ടിട്ടുമുണ്ട്. യുക്രൈനെ നിലംപരിശാക്കാൻ ഉത്തര കൊറിയയുടെ വലിയൊരു സംഘത്തെ തന്നെ റഷ്യ നിയമിച്ചിട്ടുണ്ട്. യുക്രൈനിൽ റഷ്യയുടെ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ കൊറിയൻ പീപ്പിൾസ് ആർമി സൈന്യത്തെ വിന്യസിച്ചു എന്ന യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപണം ഉന്നയിച്ച് ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ റഷ്യയും പീപ്പിൾസ് ആർമിയും ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല. 1,00,000-ഓളം ഉത്തര കൊറിയൻ സൈനികർ നിലവിൽ റഷ്യയ്ക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്നാണ് വിവരം. യുദ്ധഭൂമിയിലെ പരിചയക്കുറവ് മൂലം ആദ്യം ഇവർക്ക് യുദ്ധേതര പ്രവർത്തനങ്ങളുടെ ചുമതലയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇവർ യുക്രൈനിൽ സൈനികർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയും യുക്രൈനും പറയുന്നത്. 1.5 ദശലക്ഷം സജീവ സൈനികരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നാണ് രഹസ്യ സ്വഭാവമുള്ള കൊറിയൻ പീപ്പിൾസ് ആർമി. റഷ്യയെപ്പോലെ ഇവർക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത പക്ഷേ വേണ്ടത്ര പരിചയമില്ല. പ്രത്യയശാസ്ത്രപരമായി വളരെയധികം പ്രബുദ്ധരാണ് ഇവരെങ്കിലും യുദ്ധസന്നദ്ധതയിൽ ഏറെ പിറകിലാണ് എന്നർത്ഥം. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയുടെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് ഇവർ നൽകുന്ന സംഭാവന പക്ഷേ ചെറുതല്ല. അട്ടിമറി, നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ റഷ്യൻ സേനയ്ക്ക് തന്ത്രപരമായ പരിശീലനം നൽകുന്നതിലും കൊറിയൻ സൈന്യം വിദഗ്ധരാണ്. ഏതു തരത്തിലുള്ള ശാരീരിക വേദനയും മുറിവുകളും സഹിക്കാൻ അസാമാന്യ പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ് ഉത്തര കൊറിയൻ സൈനികർ. റഷ്യൻ സൈനിക ക്യാമ്പുകളിൽ ഇവർക്ക് വേണ്ട പരിശീലനങ്ങൾ ലഭിക്കുന്നുമുണ്ട്. നാറ്റോയുടെ കണക്കനുസരിച്ച് റഷ്യ തങ്ങളുടെ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിമാസം 20,000 പുതിയ സൈനികരെയെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഉത്തര കൊറിയയെ സംബന്ധിച്ച് റഷ്യൻ സൈന്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് പണം സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗം കൂടിയാണ്. ഉത്തര കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഒരു മാസം $2,000 എന്ന നിലയ്ക്ക് ഓരോ സൈനികനും റഷ്യ വേതനം നൽകുന്നുണ്ട്. യുദ്ധത്തിൽ മാത്രമല്ല, റഷ്യ നേരിടുന്ന വലിയ രീതിയിലുള്ള മനുഷ്യ വിഭവശേഷി ക്ഷാമം പരിഹരിക്കാനും ഉത്തര കൊറിയൻ സൈന്യത്തെ ഉപയോഗിക്കുന്നു. യുദ്ധസേവനത്തിന് വിദേശികൾക്ക് റഷ്യ പൗരത്വം ഉൾപ്പെടെയുള്ള സൗജന്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ചേരിക്ക് കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം. യുക്രൈന്റെ തലസ്ഥാനത്തെ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. റഷ്യയിൽ കടന്നുകയറി നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് വലിയ വിലയാണ് ഇപ്പോൾ യുക്രൈൻ തിരിച്ചു നൽകേണ്ടി വന്നിരിക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് തടയാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവവും ഇവിടെ പറയേണ്ടതുണ്ട്. റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈൻ മിലിറ്ററി എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങൾക്കും എല്ലാം തന്നെ കാര്യമായ തകരാറുകൾ സംഭവിച്ചു. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 143 പ്രദേശങ്ങളിലേക്കാണ് ഒരേ സമയം ആക്രമണം നടന്നത്. യുക്രൈനിയൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചത്. യുക്രൈനിലെ സകല പ്രതിരോധ കോട്ടകളും ചാമ്പലാക്കിയാണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത്. 14 ഫിക്സഡ് വിംഗ് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടുള്ളത്. ഉത്തര കൊറിയൻ സൈനിക ശക്തിയായ കൊറിയൻ പീപ്പിൾസ് ആർമി റഷ്യയിലേക്ക് 1,00,000-ലധികം സൈനികരെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യുക്രൈനെ നിലംപരിശാക്കാൻ ഉത്തര കൊറിയയുടെ വലിയൊരു സംഘത്തെ റഷ്യ നിയമിക്കുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ റഷ്യയുടെ ഏറ്റവും വലിയ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതേസമയം തന്നെ ഉത്തര കൊറിയയുടെ സൈനിക അധികാര മേഖല വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമോ എന്ന ഭയം ദക്ഷിണ കൊറിയയ്ക്കുമുണ്ട്. യുക്രൈനെതിരെ പ്രയോഗിക്കുന്നതിന് ഉത്തര കൊറിയ ആയുധങ്ങൾ നൽകുന്നുണ്ടെന്ന് വാദിച്ച ദക്ഷിണ കൊറിയ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ആരുടെയൊക്കെ ഉറക്കം കളയുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മലയാളി വാർത്ത ഇൻസൈഡ്.